ദൈവത്തെ അറിയുന്ന മഹാത്മാവായ ഗുരു ദൈവം തന്നെയാണ്. ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന വ്യക്തി ബ്രഹ്മമായിത്തീരുന്നു. പരമാത്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യരൂപം കൈക്കൊണ്ട് ആവിർഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അജ്ഞാനജന്യങ്ങളായ അധർമ്മങ്ങളാൽ ഗതിമുട്ടി വലയുന്ന മനുഷ്യൻ ശാന്തിയും സുഖവും പ്രാപ്തമാകത്തക്ക വിധം ആത്മജ്ഞാനം ഉപദേശിക്കുന്നതിന് അധികാരിയായ ഗുരു സംജാതനാകുന്നു എന്ന് താത്പര്യം. അജ്ഞാനമാകുന്ന ഇരുട്ട് മൂടിയ ലോകത്ത് ആത്മജ്ഞാനത്തിൻ്റെ പ്രഭ ചൊരിയുന്ന ജ്യോതിസ്സുകളാണ് അവതാര പുരുഷന്മാർ. രാവണനെ സകുലം വധം ചെയ്തതുകൊണ്ടല്ല ശ്രീരാമചന്ദ്രൻ അവതാര പുരുഷനായി ആരാധിക്കപ്പെടുന്നത്. മറിച്ച് ലക്ഷ്മണൻ, ഹനുമാൻ തുടങ്ങിയവർക്ക് ആത്മവിദ്യ ഉപദേശിച്ചതിനാലാണ്. മോക്ഷമാർഗദീപമായ ഗീതാശാസ്ത്രം അർജുനനിലൂടെ ലോകരെ ഉപദേശിച്ചതിനാലാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അവതാര പുരുഷനാകുന്നത്. മറ്റ് യാതൊന്നിൻ്റെയും അപേക്ഷ കൂടാതെ ദൈവത്തിൽ മാത്രം സന്തുഷ്ടനാകുന്നവൻ സ്ഥിതപ്രജ്ഞനാകുന്നു എന്നും മറ്റുമുള്ള ആത്മതത്വങ്ങൾ ഉപദേശിച്ച് അർജുനൻ്റെ മോഹം നശിപ്പിച്ച് ആത്മസ്മരണ സമ്പാദിച്ചു കൊടുക്കുകയായിരുന്നു അവതാര പുരുഷൻ എന്ന നിലയിൽ ഭഗവാൻ സാധിച്ച പ്രധാന കൃത്യം. ലോകാരാധ്യരായ അവതാര പുരുഷന്മാരെപ്പറ്റി ശ്രീനാരായണ ഗുരുദേവൻ അർജുനനിലൂടെ ലോകത്തിന് സത്യസ്ഥിതി വെളിപ്പെടുത്തി. അർജുനൻ്റെ തേർത്തെളിച്ച സത്യസ്വരൂപനായ ശ്രീകൃഷ്ണനോ ജീവകാരുണ്യദയാനിധിയായ ശ്രീബുദ്ധനോ ഗീതയ്ക്കും ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രത്തിനും അദ്വൈത ഭാഷ്യം രചിച്ച ശ്രീശങ്കരനോ ഈ അനുകമ്പ നിറഞ്ഞ മഹാത്മാവ്. എല്ലാ അവതാര പുരുഷന്മാർക്കും സത്യദർശികൾക്കും യോജിക്കുന്ന വരികളിലൂടെ ഗുരുദേവനെയും അവതാര പുരുഷനായി കണക്കാക്കാം. ആത്മജ്ഞാനം ഉദിക്കുന്നതിന് ജീവകാരുണ്യവും പരിശുദ്ധ ജീവിതചര്യയും ആവശ്യം വേണ്ടതാണെന്ന് സൂചിപ്പിക്കാൻ അനുകമ്പാശാലിയെ പുരുഷാകൃതി പൂണ്ട ദൈവമെന്നും നരദിവ്യാകൃതി പൂണ്ട ധർമ്മമെന്നും ഗുരു വാഴ്ത്തുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ലോകവീക്ഷണത്തിൻ്റെ സാരമായ അനുകമ്പാദശകത്തിൽ അരുളുന്ന വസ്തുതകൾ അപഗ്രഥിക്കുമ്പോൾ ആത്മതത്വോപദേഷ്ടാവായ പരമകാരുണികനായ ഭൂതദയാക്ഷമാബ്ധിയായ ജഗദ്ഗുരുവിനെയാണ് അവതാര പുരുഷനായി കാണേണ്ടത് എന്ന് സുവ്യക്തം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.